നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ കുറച്ച് വീഡിയോസിൽ റേഡിയൻ ആൻഡ് ഡിഗ്രി, അതായത് ട്രിഗ്നോമെട്രി എന്ന് പറയുന്ന ടോപ്പിക്കിന്റെ ആദ്യത്തെ പോർഷനായിട്ട് വരുന്ന റേഡിയൻ ആൻഡ് ഡിഗ്രിയിലെ കുറച്ച് പ്രോബ്ലംസ് ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്ന് അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്ന ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ്, അതായത് സൈന്, കോസ്, ടാൻ എന്ന് നമ്മൾ കേട്ടിട്ടുള്ള ആ ഫംഗ്ഷൻസ് യൂസ് ചെയ്തിട്ടുള്ള കുറച്ച് ഐഡന്റിറ്റീസ് ഉണ്ട്. അതുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ആണ് അതായത് നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് കയറാം. അപ്പം ആ ഐഡന്റിറ്റീസ് അതുമായിട്ട് കണക്ട് ചെയ്തിട്ട് വരുന്ന ഇക്വേഷൻസ് എന്തൊക്കെയാണ് നമ്മൾ പ്രോബ്ലം ചെയ്യുന്ന കൂട്ടത്തിൽ നമ്മളത് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പം നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോവാം. സൈൻ റേസ് ടു 8 തീറ്റ മൈനസ് കോസ് റേസ് ടു 8 തീറ്റ ഈസ് ഈക്വൽ ടു സൈൻ സ്ക്വയർ തീറ്റ മൈനസ് കോസ് സ്ക്വയർ തീറ്റ ഇൻറ്റു 1 മൈനസ് 2 സൈൻ സ്ക്വയർ തീറ്റ കോസ് സ്ക്വയർ തീറ്റ. അതായത് ഇത് LHS RHS ആ ടൈപ്പ് പ്രോബ്ലം ആണ്. ഒന്നെങ്കിൽ നമുക്കിതിനെ 2-3 രീതിയിൽ ചെയ്യാൻ പറ്റും. അതായത് ഒന്നെങ്കിൽ LHS നിന്ന് തുടങ്ങി RHS ലേക്ക് പോവാം, അല്ലെങ്കിൽ RHS നിന്ന് തുടങ്ങി LHS ലേക്ക് പോവാം, അല്ലെങ്കിൽ ഇത് LHS നെ ചെയ്ത് നമ്മളൊരു പോയിന്റിൽ നിർത്തുക, എന്നിട്ട് RHS നെ നമ്മൾ ആ പോയിന്റിലേക്ക് കൊണ്ടുവരിക. അതായത് ഇത് രണ്ടിനെയും കൂടെ ഒരു കോമൺ പോയിന്റ്, അതായത് LHS ചെയ്ത് RHS ലേക്ക് പോകാൻ പാടുള്ള ചില പ്രോബ്ലം ആണെങ്കിൽ ഇതിന് രണ്ടിനും കൂടെ കോമൺ പോയിന്റ് ആയിട്ട് വരുന്ന ഒരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റിലേക്ക് നമ്മൾ ചെയ്ത് സോൾവ് ചെയ്ത് എത്തിക്കുക. അപ്പം നമ്മൾ പ്രോബ്ലത്തിലേക്ക് പോകും. നമ്മളിപ്പോൾ ഈ ഒരു പ്രോബ്ലം ചെയ്യുന്നത് LHS നിന്ന് RHS ലേക്ക് പോവാണ്. അപ്പോൾ നമ്മൾ അതിനു മുമ്പ് സൈൻ റേസ് ടു 8 തീറ്റ മൈനസ് കോസ് റേസ് ടു 8 ഇതാണ് നമ്മുടെ LHS എന്ന് പറയുന്നത്. 8 തീറ്റ മൈനസ് കോസ് റേസ് ടു 8 തീറ്റ. അപ്പോൾ ഇനി നമുക്ക് ഇതിനെ നമ്മൾ ഈ സൈൻ റേസ് ടു 8 തീറ്റയുടെയും കോസ് റേസ് ടു 8 തീറ്റയുടെയും പവർ വന്നിരിക്കുന്നത് 8 ആണ്. അപ്പോൾ ഈ പവറിനെ നമ്മൾ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് ചെറുതാക്കി എഴുതും. വിച്ച് ഈസ് ഈക്വൽ ടു സൈൻ റേസ് ടു 4 തീറ്റ ദ ഹോൾ സ്ക്വയർ മൈനസ് കോസ് റേസ് ടു 4 തീറ്റ ദി ഹോൾ സ്ക്വയർ. നമ്മളിത് ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് റേസ് ടു എ ബി ഈസ് ഈക്വൽ ടു എക്സ് റേസ് ടു എ ഇൻറ്റു ബി, ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തത്. അതായത് ഇപ്പോൾ ഇവിടെ ഇപ്പോൾ എടുക്കുകയാണെങ്കിൽ സൈൻ റേസ് ടു 8 തീറ്റ നമ്മൾക്ക് സൈൻ റേസ് ടു 4 ഇൻറ്റു 2 തീറ്റ വിച്ച് ഈസ് ഈക്വൽ ടു സൈൻ റേസ് ടു 4 തീറ്റ ദി ഹോൾ സ്ക്വയർ. ഇതിലിപ്പോൾ എക്സ് എന്ന് പറഞ്ഞെടുത്തിരിക്കുന്നത് സൈൻ തീറ്റയാണ്. അപ്പം നമുക്ക് അത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിനെ സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിനെ നമ്മൾ ഇപ്പം നമുക്ക് സൈൻ റേസ് ടു 4 തീറ്റ ദ ഹോൾ സ്ക്വയർ മൈനസ് കോസ് റേസ് ടു 4 തീറ്റ ദ ഹോൾ സ്ക്വയർ എന്നാണ് ഇപ്പം കിട്ടിയിരിക്കുന്നത്. ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ കിടക്കുന്നത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. ഇതിപ്പോൾ ഈ ഒരു ഫോമിലാണ് കിടക്കുന്നത്. അപ്പം ആ ഒരു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഫോമിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് നമ്മൾ ഇതിനെ സ്ക്വയർ പവറിലേക്ക് മാറ്റിയത്. അപ്പോൾ നമ്മൾ ഇവിടെ ഇപ്പം എ എന്ന് പറയുന്നത് സൈൻ റേസ് ടു 4 തീറ്റയും ബി എന്ന് പറയുന്ന കോസ് റേസ് ടു 4 തീറ്റയാണ്. അപ്പോൾ അതിനെ നമ്മൾ ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്ത് മാറ്റി എഴുതുമ്പോൾ ഇസ് ഈക്വൽ ടു സൈൻ റേസ് ടു 4 തീറ്റ പ്ലസ് കോസ് റേസ് ടു 4 തീറ്റ ഇൻറ്റു സൈൻ റേസ് ടു 4 തീറ്റ മൈനസ് കോസ് റേസ് ടു 4 തീറ്റ. ഇതിൽ നമ്മൾ സൈൻ റേസ് ടു 4 തീറ്റ പ്ലസ് കോസ് റേസ് ടു 4 തീറ്റ നമ്മൾ അവിടെ അങ്ങനെ ഇട്ടു. കാര്യം അതിനെ നമുക്ക് ഡയറക്റ്റ്ലി അപ്ലൈ ചെയ്ത് കൊടുക്കാനുള്ള ഇക്വേഷൻസ് ഒന്നും നമ്മൾ പഠിച്ചിട്ടില്ല. അപ്പം നമ്മൾ അതിനെ ഇൻഡയറക്റ്റ്ലി നമ്മൾ ചെയ്യാം. അപ്പം തൽക്കാലം നമ്മൾ അതിനെ അവിടെ ഇട്ടുകൊണ്ട് നമ്മൾ ഇതിനെ തന്നെ നമ്മൾ ഈ മേളിൽ ചെയ്ത അതേ സെയിം സ്റ്റെപ്പിൽ ഒന്നും കൂടെ പവറിനെ കട്ട് ചെയ്തിട്ട് ഈ ഒരു ഇക്വേഷൻ എഗെയിൻ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. വിച്ച് ഈസ് ഈക്വൽ ടു സൈൻ റേസ് ടു 4 തീറ്റ പ്ലസ് കോസ് റേസ് ടു 4 തീറ്റ ഇൻറ്റു സൈൻ സ്ക്വയർ തീറ്റ ദ ഹോൾ സ്ക്വയർ മൈനസ് കോസ് സ്ക്വയർ തീറ്റ ദ ഹോൾ സ്ക്വയർ. നമ്മൾ അഗെയിൻ ആ ഇക്വേഷൻ അപ്ലൈ ചെയ്ത് കൊടുക്കും. സൈൻ റേസ് ടു 4 തീറ്റ പ്ലസ് കോസ് റേസ് ടു 4 തീറ്റ ഇൻറ്റു സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഇൻറ്റു സൈൻ സ്ക്വയർ തീറ്റ മൈനസ് കോസ് സ്ക്വയർ തീറ്റ. ഇപ്പം ഇങ്ങനെ വരും. ഇതിൽ നമുക്കറിയാം സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞൊരു പ്രോബ്ലത്തിൽ നമ്മൾ പഠിച്ചാണ്. കഴിഞ്ഞ നമ്മുടെ ടോപ്പിക്കിൽ നമ്മുടെ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസിന്റെ ഐഡന്റിറ്റീസിൽ വരുന്നതാണ് സൈൻ സ്ക്വയർ തീറ്റ മൈനസ് കോസ് സ്ക്വയർ തീറ്റ എന്നാണ്. അപ്പോൾ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ടു 1. നമ്മൾ അതിനെ ഇതിലേക്ക് അപ്ലൈ ചെയ്യുമ്പോഴും
ഈ പ്രോബ്ലത്തിൽ വലിയ വ്യത്യാസം വരത്തില്ല. അപ്പോൾ ഈ ഒരു കിട്ടിയ റിസൾട്ടിൽ വലിയ വ്യത്യാസം വരാത്തത് കൊണ്ട് നമുക്കത് അപ്ലൈ ചെയ്താലും കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ആ ഒരു ഇക്വേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ sin raised to 4 theta plus cos raised to 4 theta into sin square theta minus cos square theta. ഇവിടെ ഇപ്പം നമുക്കറിയാം sin square theta minus cos square theta അത് ഓൾറെഡി നമുക്ക് കിട്ടേണ്ട സൊല്യൂഷനിൽ ഉണ്ട്. അപ്പോൾ നമ്മളിനി ഓപ്പറേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിനെ അങ്ങനെ ഇട്ടിട്ട് നമുക്ക് ഈ sin raised to 4 theta plus cos raised to 4 theta ആണ് നമ്മൾ ഇനി അടുത്ത ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇപ്പം sin raised to 4 theta minus cos raised to 4 theta ഇതിനെ നമുക്ക് മാറ്റുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ്. a plus b the whole square is equal to a square plus b square plus 2ab. ഈ ഒരു നമ്മൾ പഠിച്ച ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ്. അതായത് ഇവിടെ ഇപ്പോൾ a എന്ന് പറഞ്ഞെടുക്കുന്നത് sin സ്ക്വയർ തീറ്റയാണ്, b എന്ന് പറഞ്ഞെടുക്കുന്നത് cos സ്ക്വയർ തീറ്റയാണ്. അപ്പം ഇതിനെ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ sin സ്ക്വയർ തീറ്റ പ്ലസ് cos സ്ക്വയർ തീറ്റ which is equal to the whole square is equal to sin സ്ക്വയർ തീറ്റ the whole square, അതായത് a സ്ക്വയർ എന്ന് പറയുമ്പോൾ sin raised to 4 theta plus b സ്ക്വയർ വരുമ്പോൾ cos raised to 4 theta plus 2 sin സ്ക്വയർ തീറ്റ cos സ്ക്വയർ തീറ്റ. അപ്പോൾ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് sin സ്ക്വയർ തീറ്റ പ്ലസ് cos സ്ക്വയർ തീറ്റ 1 ആണ്. അപ്പോൾ 1 is equal to sin raised to 4 theta plus cos raised to 4 theta plus 2 sin സ്ക്വയർ തീറ്റ cos സ്ക്വയർ തീറ്റ. ഇതിനെ നമ്മൾ ഒന്നുകൂടെ റീഅറേഞ്ച് ചെയ്ത് എഴുതുവാണെങ്കിൽ sin raised to 4 theta plus cos raised to 4 theta which is equal to 1 minus 2 sin സ്ക്വയർ തീറ്റ cos സ്ക്വയർ തീറ്റ. അതായത് ഇതിനെ അവിടെ തന്നെ ഇട്ടിട്ട് ഈ ഒരു ഇത്രയും ടേമിനെ നമ്മൾ മൊത്തത്തിൽ എടുത്ത് ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടുപോയി അത്രയും ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാനുള്ള, അതായത് sin raised to 4 theta plus cos raised to 4 theta പകരം നമ്മൾ ഈ റിസൾട്ടിനെ അപ്ലൈ ചെയ്ത് കൊടുക്കും. അപ്പം നമുക്ക് കിട്ടുന്ന ഉത്തരം എന്ന് പറയുന്നത് which is equal to sin square theta minus cos square theta into 1 minus 2 sin square theta cos square theta. അപ്പോൾ നമ്മൾ തുടങ്ങിയത് sin raised to 8 theta minus cos raised to 8 theta എന്നാണ്, which is equal to sin square theta minus cos square theta into 1 minus 2 sin square theta cos square theta. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ലെഫ്റ്റ് ഹാൻഡിൽ നിന്ന് റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് എത്തി. അപ്പോൾ ഇതാണ് നമ്മുടെ സൊല്യൂഷൻ. അപ്പം ഈ മെത്തേഡ് യൂസ് ചെയ്ത് അപ്പോൾ നമ്മൾ ഇതിനകത്ത് മെയിനായിട്ട് അപ്ലൈ ചെയ്തിട്ടുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ച ഐഡന്റിറ്റീസിലെ ഇക്വേഷൻസ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ sin സ്ക്വയർ തീറ്റ പ്ലസ് cos സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ടു 1ഉം പിന്നെ നമ്മൾ ബേസിക് ആയിട്ട് പഠിച്ചിട്ടുള്ളതിൽ എക്സ് റൈസ് ടു എ ബി ഈസ് ഈക്വൽ ടു എക്സ് എ ബിയും പിന്നെ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബിയും പിന്നെ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ. ഈ 4 ഇക്വേഷൻസ് ആണ് നമ്മൾ പഠിച്ചത്. ഈ 4 എണ്ണം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്തത്. ഇത്രേ ഉള്ളൂ. താങ്ക് യു.